പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധ കുർബാനയില് അങ്ങയുടെ സാന്നിധ്യത്തെ ഈ ആരാധനയില് എല്ലാ മക്കൾക്കും വെളിപ്പെടുത്തണമേ. പ്രത്യേകിച്ച് വലിയ ഹൃദയഭാരത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണീർ വാർത്ത് എത്തിയിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇപ്പോഴ് ഈ നിമിഷം ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പരിശുദ്ധ കുർബാനയോട് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ തമ്പുരാനോട് മധ്യസ്ഥം വഹിക്കണമേ. കണ്ണീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും എന്നരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദാനം സൗഖ്യമായി കടങ്ങളുടെ സമാശ്വാസമായി ജീവിതത്തിലെ സ്വസ്ഥതയും സുരക്ഷിതവുമായി സർവോപരി അമ്മ അനുഭവിച്ച അതേ ക്രിസ്തു അനുഭവം ഞങ്ങൾക്കും അവകാശമാകാൻ ഈ ആരാധനയുടെ നിമിഷം ഓ ദൈവമേ, അഭിഷേകമായി അറിവായി അനുഭവമായി ഞങ്ങളിൽ നിറയണമേ. ഓ ദൈവമേ, അറിവായി അഭിഷേകമായി അനുഭവമായി ഞങ്ങൾ നിറയണമേ. അടയാളങ്ങൾ ലഭിക്കട്ടെ. അങ്ങയുടെ സാന്നിധ്യം അറിയട്ടെ. ദൈവജനം ഉണരട്ടെ. ഭൂമിയുടെ അതിർത്തികൾ വരെ ക്രിസ്തുവിന്റെ മഹത്വം പ്രകടമാകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഒരുമിച്ച് പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതേ ശാശ്വതമാ സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതേ ശാശ്വതമാ സന്തോഷമേ. ഒരുമിച്ച് ഒരിക്കൽ കൂടി. പൂർണ്ണതേ ശാശ്വതമാ സന്തോഷമേ. ഓക്കെ, താങ്ക് യു കർത്താവേ, നന്ദി പറയുന്നു.
മക്കളെ സന്തോഷമായിട്ടിരിക്കണം. കർത്താവിൻ്റെ വചനങ്ങളിലൂടെ നമ്മളൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് അവസാനിപ്പിച്ചത്, ഞാൻ ഈ ദിവസം ഇങ്ങനെ വൈദികരുടെ ധ്യാനത്തിൽ പോയായിരുന്നു. വൈദിക ധ്യാനത്തിൽ പോയപ്പോൾ ഇപ്പം എനിക്കവിടെ കുർബാന അർപ്പിക്കാൻ വേണ്ടി എനിക്ക് ഒരു അവസരം കിട്ടി. അപ്പോൾ ഞാനത് രാവിലെ പ്രാർത്ഥിച്ചു, വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. അച്ഛന്മാരോട് അച്ഛന്മാരുടെ ധ്യാനമാണ്, അച്ഛന്മാരോട് എന്താ സംസാരിക്കണമെന്ന് അറിയാൻ പാടില്ല. ഈശോയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാൻ അവരോട് പറഞ്ഞു, നീ ഇപ്പം 40 കൊല്ലം ആകുമ്പോൾ അച്ഛനായിട്ട് പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയണത് നമ്മൾ പുരോഹിതനാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളൊക്കെ പെട്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും. ഒന്ന് ചിരിച്ച് കാണിച്ച് കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നല്ല അച്ഛനാണെന്ന് പറയുക. നിങ്ങൾ എത്രയോ പേരെ നല്ല അച്ഛനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം ഉള്ളത് ദൈവത്തെ ഞാൻ പുരോഹിതനാണെന്ന് ബോധ്യപ്പെടുത്താൻ വലിയ പ്രശ്നമാണ്. ഈ റിസ്ക് എല്ലാവർക്കും തന്നെ വരുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെന്ന്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വലിയ പാടാണ്. നിങ്ങളുടെ ഉടമ്പടിയിലൂടെ ചെയ്യേണ്ടത് ഇതാണ്. ഇതിൻ്റെ റിസ്ക് ഫാക്ടർ നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യണം. ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വിശ്വാസിയാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തണം. പാടാ, ഭയങ്കര പാടാ. നിങ്ങൾ ഒരു വിശ്വാസിയാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസത്തിൽ പല ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് പ്രാർത്ഥന. രണ്ടാമത്തത് പ്രഖ്യാപനമാണ്. വിശ്വാസ പ്രഖ്യാപനമാണ്. ഞാൻ എല്ലാ ധ്യാനങ്ങളും അത് പറയാറുണ്ട്. വിശ്വാസ പ്രഖ്യാപനത്തിൽ എന്ത് വേണം? ഒരു സമൂഹം വേണം. എന്താ കാര്യം? അത് 10:32 എല്ലാവർക്കും ഈ നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാളില്ലേ നമ്മൾ പറഞ്ഞ കക്ഷി ആകാശിൻ്റെ ഹീറോ. അപ്പോൾ ആകാശ് എന്നോട് അമ്മ പറഞ്ഞത് എന്താണ്? അവൻ്റെ അമ്മ പറഞ്ഞത്, എൻ്റെ മകനെ നീ ഇങ്ങനെ ഈ മുഴയും വെച്ച് ചെത്തിക്കറി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് വേറെ വല്ല മാർഗം അന്വേഷിക്കണം. ഈ അമ്മയെടുത്ത് മാർഗമുണ്ട്. നീ പോയി ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി തൈലം തേക്കാൻ പറഞ്ഞു. ഇപ്പോൾ കുറേ നാളായിട്ടുള്ള വേദനയും മുഴയൊക്കെ ഇത് എന്ത് മുഴയാണെന്ന് തീയത്തിന് അറിയാവുന്ന പറഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയാണ്. മാനസിക സംഘർഷമുള്ള സമയമാണ്. പക്ഷേ ഇവന് 2-3 ദിവസം ഇങ്ങനെ ഉടമ്പടി തൈലം തേച്ച്, ഈ ഉടമ്പടി തൈലം തേക്കും എപ്പോഴും നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലാം മക്കളെ. അതാണ് പ്രഖ്യാപനം എന്ന് പറയണത്. പ്രാർത്ഥനയല്ലത്, പ്രഖ്യാപനം. വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയല്ല കേട്ടോ. നിങ്ങൾ വിശ്വാസ പ്രമാണം പ്രാർത്ഥന പോലെ ചെല്ലരുത്, അത് പ്രഖ്യാപനമാണ്. ഇപ്പം നമ്മുടെ ഉടമ്പടി തൈലം ഉപ്പൊക്കെ നമ്മൾ തേക്കുമ്പോൾ ഉടമ്പടിയിലുള്ള ഗുണമെന്ന് വെച്ചാൽ കുറേ പ്രയോഗങ്ങളുണ്ട്. ഈ വിശ്വാസം, പ്രാർത്ഥന, അതുപോലെ വിശ്വാസം, പ്രാർത്ഥന, വിശ്വാസം, പ്രഖ്യാപനം, വിശ്വാസം, പ്രയോഗം. ഇപ്പം നമ്മൾ ഉടമ്പടി തൈലം തേക്കുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രയോഗമാണ് വിശ്വാസത്തിൻ്റെ. ആ പ്രയോഗത്തെ സാധൂകരിക്കുന്നത് പ്രഖ്യാപനമാണ്. നമ്മൾ തൈലമല്ല നമ്മളെ സുഖപ്പെടുത്തുന്നത്. ആരാണ്? യേശുവിൻ്റെ നാമമാണ് സുഖപ്പെടുത്തുന്നത്. അതാണ് അതിൻ്റെ വിഷയം. ആ പ്രയോഗത്തിലുള്ളത് എന്താണ്? യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം അതെപ്പോഴും മനസ്സിലുണ്ടാണ്. അല്ല തൈലം എടുത്തിട്ട് വെളിച്ചെണ്ണ തേക്കുമ്പോൾ നമ്മൾ ഒരു വിശ്വപ്രമാണം ചെല്ലുമോ തല കുളിക്കാൻ നേരത്ത്? ഇല്ല. അതുപോലെ അതുകൊണ്ടാണ് ഈ ഉടമ്പടി എടുക്കാത്ത ആൾക്കാർക്ക് നിങ്ങൾ എണ്ണ കൊടുത്തു വിടരുതെന്ന് പറയേണ്ട കാര്യം അതാണ്. ഉടമ്പടി തൈലം ഒരിക്കലും ഉടമ്പടി എടുക്കാത്തവർക്ക് കൊടുത്തു വിടരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ഉടമ്പടി തൈലം തേച്ച് കൊടുക്കുക. അപ്പോൾ ആ തേക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിയിരിക്കണം. അത് കരുത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വിശ്വാസപ്രമാണം വേണം. കാരണം വിശ്വാസ പ്രഖ്യാപനമാണത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. തൈലമല്ല സുഖപ്പെടുത്തണത്. എന്താ സുഖപ്പെടുത്തണത്? വിശ്വാസത്തോടെ. എന്ത്? പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ഇപ്പം വിശ്വാസം ആരിലാണ്?
കർത്താവിൻ്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് തൈലം അതിന് മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാതെ, വിശ്വാസമില്ലാതെ തേച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ഫലങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കാത്തവർക്ക് തൈലം കൊടുത്തു വിടരുത്. ഉടമ്പടി എടുത്തവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി നേരിട്ട് ആ രോഗികളെ കണ്ട് എന്ത് സംഭവിച്ചാൽ ഇവൻ്റെ ഈ സിമ്പിൾ ഫെയ്ത്തില്ലേ, ആരുടെ ആകാശ് 3 ദിവസം അത് പെട്ടിയുള്ളൂ. പിന്നെ ആകാശ് പറയണത്, ഞാനിത് എഴുന്നേൽക്കുമ്പോൾ തന്നെ തപ്പി നോക്കണം എല്ലാ ദിവസവും. ഈ മുഴ ഉണ്ടായ കാലം പോലെ ഞാൻ ചെയ്യണ പരിപാടിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തപ്പി നോക്കും. കാര്യം അത് വേദനിക്കണ കാരണമാണ്. ഇപ്പം എന്നാ പറ്റണത്, അത് കാണാനില്ലെന്ന്. ഇപ്പം പറയണേ, ഇത് എന്താ സംഭവിക്കണമെന്ന് അറിയാൻ പാടില്ല എൻ്റെ ജീവിതത്തിലെന്ന്. എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കണം വെച്ചാൽ അവരിതെല്ലാം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് അല്ലേ. ഇതിങ്ങനെ കാണാനില്ല. എത്രയോ മാസമായിട്ടാവാൻ കഴിഞ്ഞുള്ള അവൻ സാക്ഷ്യം പറയണം. ഇപ്പോഴും അത് കാണാനില്ല, തീർന്നു. അമ്മ അത് ഏറ്റെടുത്ത് കഴിഞ്ഞ്, അതുകൊണ്ടാണ് ഉടമ്പടി തൈലമൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മളത് പ്രയോഗമാണ്, വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ്. പക്ഷേ പ്രയോഗത്തിനൊരു ഗുണമുണ്ട്. പ്രയോഗം സാധൂകരിക്കണമെങ്കിൽ പ്രഖ്യാപനം ഉണ്ടാകണം. യാക്കോബ് 5:14 നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പൊ ആരുടെ നാമത്തിലാ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവിന്റെ നാമത്തിൽ. അടുത്ത വചനം എന്താണ്? വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. വിശ്വാസത്തോടെ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അപ്പൊ ആരിലാണ് വിശ്വസിക്കണത്? കർത്താവിന്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. ഇതാണ് പ്രഖ്യാപനം എന്ന് പറയണത്. ഉടമ്പടി കേൾക്കുമ്പോൾ തൈലം തന്നെ കേൾക്കുമ്പോൾ തന്നെ എടുത്ത് വിടണമല്ല. അത് നമ്മുടെ എന്താണ് അത് മെഡിസിൻ അല്ലത്. അതെന്താണ്? എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. മെഡിസിന് വേണ്ടി തരുന്നത് വല്ലത് എന്താണത്? അത് വിശ്വാസ പ്രഖ്യാപനത്തിന് വേണ്ടി തരണതാണ്. നിങ്ങൾക്ക് വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ആഴമനുസരിച്ചാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. അല്ല, നിങ്ങൾ ഓർക്കെടുത്തൊരു മാന്ത്രികമായ എന്തോ മാജിക്കാണെന്ന് പറഞ്ഞ് ഇരിക്കരുത്. അന്ന് മാന്ത്രിക മാജിക്കൊന്നുമല്ല. അത് ആ 5:13 ബൈബിളിലുള്ള യാക്കോബ് 5:14 എൻ്റെ ഫോർമുല. നിങ്ങൾ കർത്താവിൻ്റെ തൈലം പൂശുക. പിന്നെ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിലാണ് വിശ്വസിക്കേണ്ടത്. അല്ല വല്ലാത്തിനും വിശ്വസിച്ചിട്ട് കാര്യമില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോഴാണ് അത് സൗഖ്യമായിട്ട് മാറുന്നത്. അപ്പം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ഉടമ്പടിത്തൈലത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോഴും അങ്ങനെ പറഞ്ഞു കൊടുക്കാവൂ. നിങ്ങൾ എൻ്റെ നാത്തൂനെ ഇത്തിരി ഉടമ്പടിത്തൈലം എന്താണെന്ന് ചോദിക്കത്തില്ലേ? നമ്മുടെ ആൾക്കാർക്ക് അതിൻ്റെ വായിട്ട് ചോദിക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ. അവർക്കിവിടെ വരണ്ട, വണ്ടി കയറണ്ട, ഉപവസിക്കണ്ട, ഒന്നും ചെയ്യണ്ട. എന്നുവെച്ചാൽ നമ്മുടെ ആ സ്നേഹത്തെ അവർ ചൂഷണം ചെയ്യണം. അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ പറയണം, ജോസഫ് അച്ഛൻ്റെ ഈ ടോക്ക് കേൾപ്പിച്ച് കൊടുക്കണം. നാത്തൂന് തരാൻ പറ്റത്തില്ല. കാര്യം ഇതിൻ്റെ രീതി അതാണ്. അത് എനിക്ക് കേടാണ്, എൻ്റെ ഉടമ്പടിക്ക് കേടാണ്. ഞാനിതെല്ലാം പരിശുദ്ധമായി സൂക്ഷിച്ചുകൊള്ളാമെന്നാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. നിസ്സാരമല്ലേ ഇത്? കൃപാസനം അമേരിക്കയിലൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് പോയി ഉടമ്പടി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. വൃത്തിയും മെനയായിട്ട് പറഞ്ഞു വിടണം, ഒരു കാര്യമില്ല. നിങ്ങൾ ഒരിക്കലും ഇത് പകർച്ച കൊടുക്കരുത്. പകർച്ച കൊടുക്കാൻ വേണ്ടി ചോറും ചമ്മന്തിയൊന്നുമല്ല. ഇത് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഇത് ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. ഇതുപോലെ തന്നെ ഉപ്പിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പം തന്നെ ഈ ആകാശിൻ്റെ ഇത് മുഴ തെറിച്ചു പോകുമെന്ന് പറഞ്ഞില്ലേ? ആകാശിൻ്റെ വേറെ പ്രശ്നങ്ങൾ എന്താണ്? ആകാശിന് കുറേ കുടുംബത്തിൽ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ കുറേ പാടാണ്. അല്ല, ഒരു പാടെന്ന് പറയണത് ഇവന് പഠിക്കണം. ഇവന് പഠിക്കണമെങ്കിൽ ലോണ് വേണം. ലോൺ ഒരിക്കലും കിട്ടത്തില്ല, 2.5 സെൻറ്റല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇവന് ലോൺ കിട്ടത്തില്ല. ഇവന് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിനിൽ പോയാണ് പഠിക്കേണ്ടത്. ഈ അമ്മയോടുള്ള ബന്ധങ്ങളൊക്കെ സത്യസന്ധമാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ആശിക്കാം. കാര്യം അപ്പോഴും അമ്മയ്ക്കായിരിക്കണം ദൈവത്തിനായിരിക്കണം പ്രാധാന്യം.
വിഷയത്തിന് പ്രാധാന്യം വെച്ചിട്ട് വിഷയം നേടാൻ വേണ്ടി അമ്മയെ ജാമ്യത്തിലെടുക്കണ, ജാമ്യം നിർത്തണ വെച്ചാൽ അതൊന്നും നടക്കത്തില്ല. നിങ്ങളൊക്കെ ചെയ്യണ അതാണ്. ഒരു പരിപാടിയും ചെയ്യത്തില്ല. ഉടമ്പടിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉടമ്പടി ചെയ്യേണ്ട പോലെ ചെയ്യത്തില്ല. മറിച്ച് നിങ്ങളുടെ കാര്യം നേടാൻ വേണ്ടി ദൈവത്തെ കൊണ്ടുവന്ന് കരു നിർത്തും. അത് നടക്കത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത സാക്ഷ്യം, എൻ്റെ മകൻ്റെ പാസ്പോർട്ട് കാണാതായി. ഡിസംബർ 28 അവൻ്റെ വിവാഹമായിരുന്നു. അപ്പോൾ വീട്ടിലുള്ള എല്ലാ പേപ്പറുകളും ഞങ്ങളെടുത്ത്, ആവശ്യമില്ലാത്ത എല്ലാ പേപ്പറുകളും എടുത്ത് കത്തിച്ചു. പാസ്പോർട്ട് അന്വേഷിക്കുന്നത് ഫെബ്രുവരി 20 അപ്പോൾ രാത്രി 12 മണി വരെ ഞാൻ അവനും കൂടി പാസ്പോർട്ട് അന്വേഷിച്ചു. കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ചു മാതാവേ കത്തിച്ച കൂട്ടത്തിൽ പോയി. പിറ്റേ ദിവസം രാവിലെ വിശുദ്ധ ബലിക്ക് ചെന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ പാസ്പോർട്ട് വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരണമേ. പാസ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നേർന്നു. പിന്നെ കുറേ നേരം കൂടി അന്വേഷിച്ചു. ഒരു പഴയ കവറിൽ ചവറുകളുടെ കൂട്ടത്തിൽ അവൻ്റെ പാസ്പോർട്ട് കിട്ടി. മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഈ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു, എന്നെ ഇവിടെ ഒരു സാക്ഷിയാക്കി നിർത്തിയതിന്. എൻ്റെ പേര് ജാൻസി. ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 മെയ് 11 ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുന്നേ എനിക്ക് ഒരു പത്രം എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു. എനിക്ക് എവിടെ നിന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ സമയത്ത് എൻ്റെ മോന് ജോലി കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. MBA കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ജോലി കിട്ടും 3 മാസം അല്ലെങ്കിൽ 6 മാസം, അങ്ങനെ 1-2 കൊല്ലത്തോളം അങ്ങനെ നടന്നു. അപ്പോൾ ആ പത്രം കിട്ടിയപ്പോൾ അതിൽ ഒരു മകൻ ജോലി ഇല്ലാതെ ഉടമ്പടി എടുത്ത് ജോലി കിട്ടിയ സാക്ഷ്യം അതിൽ പറഞ്ഞിരുന്നു. ഞാനത് എന്നും വായിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഇവിടേക്ക് വരാനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയത്. അതിന് ഞാൻ ആദ്യമായി വെച്ചത് മകന് ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു. മകന് ജോലി കിട്ടി, ദുബായിൽ നല്ലൊരു ജോലി കിട്ടി. പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് 10 വർഷത്തോളമായി തുമ്മൽ, നീർവീഴ്ച. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി രാത്രി കിടക്കുന്നത് വരെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. തുമ്മം, തോളത്ത് എപ്പോഴും ഒരു തോർത്ത്, ഒരു ടവല് കയ്യിലുണ്ടാവും. ഹോമിയോ, അലോപ്പതി, ആയുർവേദം ഈ 3 മരുന്നുകളും ഞാൻ ചെയ്തിട്ടും എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മൂക്കിലും മൂക്കിൻ്റെ പുറത്തുമൊക്കെ ഉടമ്പടി തൈലം പെരട്ടി ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, പൂർണ്ണമായി അത് മാറിക്കിട്ടി. പിന്നത്തെ സാക്ഷ്യം, അത് ഉടമ്പടിയിലുള്ളതല്ല. മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവന് നല്ല മാർക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അവന് 96% മാർക്ക് ലഭിച്ചു. പിന്നത്തെ സാക്ഷ്യം, ഇവിടെ ആരാധനയ്ക്ക് വരുന്ന സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു, എല്ല് സംബന്ധമായി പ്രശ്നങ്ങളുള്ളവർ നന്നായി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പം ഞാനിവിടെ വരുന്ന സമയത്ത് എൻ്റെ കഴുത്തിൽ ഈ ഇവിടുത്തെ എല്ല് നല്ല വേദനയും ഒരു പൊടി, ഇതിനേക്കാളും ഒരു പൊടി പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനത് നന്നായി പ്രാർത്ഥിച്ചു. പിന്നെ തൈലവും പെരട്ടി അതും പൂർണ്ണമായി മാറിപ്പോയി. പിന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നന്നായി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ അന്ന് വരുമ്പോൾ എനിക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാതെയാണ് ഞാനിവിടെ വന്നിരുന്നത്. അത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അത് മാറിപ്പോയി. പിന്നത്തെ സാക്ഷ്യം, ഞാൻ അടുക്കളയിൽ ചോറ് വെച്ച്, രാവിലെ ചോറ് വെച്ചിരിക്കുക, കുക്കറിൽ ചോറ് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ ബലിപീഠത്തിൻ്റെയും മാതാവിൻ്റെയും അത്രയും അകലമുള്ളൂ കുക്കറും ഞാനായിട്ട് നിൽക്കുന്നത്. ഈ കുക്കർ പൊട്ടിത്തെറിച്ച് മുകളിലേക്ക് അടിച്ച് ഞാൻ നിൽക്കുന്ന എൻ്റെ സൈഡിലേക്ക് അതിൻ്റെ അടപ്പ് വീണു.
കുക്കറിലാണെങ്കിൽ ഒരു വറ്റ് പോലും ചോറില്ല, ഒക്കെ തെറിച്ച് പോയി. എൻ്റെ മേൽ ഒരു വറ്റ് പോലും വീഴാതെ പരിശുദ്ധ അമ്മേനെ കാത്തു രക്ഷിച്ചു. അപ്പോഴും ഞാനും ഒരു കൂസലില്ലാണ്ട് നിൽക്കണത്. ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ ഭർത്താവും മക്കളും ഏറ്റു വന്ന് എന്താ സംഭവിച്ചത്. അപ്പോഴും ഞാൻ അന്തപ്പെട്ട് നിൽക്കുകയാണ്. അതിന് അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നത്തെ സാക്ഷി എന്ന് പറയുന്നത് മോൻ, മൂന്നാമത്തെ മോൻ ജർമ്മൻ ഭാഷ പഠിക്കുകയായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിക്കാനായിട്ട് കോട്ടയം അസീസിയിലാണ് പോയിരുന്നത്. അപ്പോൾ അവൻ പഠനം കഴിഞ്ഞ് വരുമ്പോൾ അവനെ ഇവിടെ കൊണ്ടുവരണമെന്ന് എനിക്ക് വളരെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിന് പറ്റിയില്ല. എൻ്റെ അമ്മ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്ന കാരണം കൊണ്ട് എനിക്ക് തീരെ കൊണ്ടുവരാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ പോട്ടെ, പരീക്ഷയുടെ സമയത്ത് കൊണ്ടുവരാമെന്ന് വെച്ചു. അപ്പോഴും കൊണ്ടുവരാൻ പറ്റിയില്ല. മോൻ പഠിച്ചിറങ്ങി അടുത്ത ദിവസം തന്നെ അവന് കൊൽക്കത്ത സെൻറ്ററിൽ പരീക്ഷയ്ക്ക് ഇത് കിട്ടി. ആ സമയത്ത് അപ്പോഴും അമ്മ വയ്യാണ്ട് തീരെ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 9 ആയിരുന്നു അവന് പരീക്ഷയുടെ ഡേറ്റ് കിട്ടിയേക്കരുന്ന്. അപ്പോൾ 1 മുതൽ സെപ്റ്റംബർ 8 വരെ മാതാവിൻ്റെ പെരുന്നാളല്ലേ. അപ്പോൾ അതിന് ഞങ്ങൾ കുടുംബമടക്കം നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചു. എനിക്കിവിടെ വരാൻ സാധിച്ചതെങ്കിലും അമ്മ മോൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ടിക്കറ്റ് പോലും എടുക്കാതെ കൊൽക്കത്തയ്ക്ക് ഓർഡിനറിയിൽ കയറിയാണ് മോനും മോൻ്റെ 2 കൂട്ടുകാരും കൂടി പോയത്. അവിടേക്ക് പോണ സമയത്ത് പോലും കൂടെ പോകാൻ ആരുമില്ലാതെ ഞാൻ വിഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുട്ടിയുടെ അച്ഛൻ അവരെ കൂടെ പോയി. അപ്പോഴും മാതാവ് അവിടെ തന്നെ സഹായിച്ചു. 8 ഒരു മോന് പരീക്ഷ ഉണ്ടായിരുന്നു, മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന്. അപ്പോൾ ആ മോന് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോനെ വിളിച്ചു, മോനെ അവന് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അവന് റീഡിങ് എളുപ്പമായിരുന്നു, ബാക്കി 3 ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷൻ കയറി, ഇവന് എന്തുടനാണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. 9 രാവിലെ ഞാൻ ഇരിഞ്ഞാലക്കുട നിത്യാരാധന ചാപ്പലുണ്ട് ഞങ്ങൾക്ക്. രാവിലെ തന്നെ ഞാൻ പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇവന് രാവിലെയാണ് പരീക്ഷ, ഇവനും മറ്റേ കുട്ടിക്കും. ഉച്ചയായപ്പോൾ ഞാൻ അവരും വിളിച്ച് വെച്ച്, മോനെ പരീക്ഷ കഴിഞ്ഞോ? ഇല്ലമ്മ, 3 കഴിഞ്ഞിട്ടുള്ള 1 കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് പോകണമെങ്കിൽ 10,000 രൂപ കെട്ടും വേണം, പിന്നെ ചിലവ് ബാക്കിയുള്ള കാശുകൾ. അപ്പോൾ സാമ്പത്തികമായി ഇത്തിരി ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഈ പരീക്ഷയിൽ മോൻ പാസ്സായി വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. 3 മക്കളും പാസ്സായി വരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ റീഡിങ്ങിൻ്റെ സമയത്ത് 2 കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുത്തിയിട്ടാണ് ഇവർ സംസാരിക്കുക. മേഡം അരിയത്തിരിക്കും. അപ്പോൾ ഇവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റേ കുട്ടി ഇങ്ങനെ എന്തോ ഒന്നും കിട്ടാത്തോടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇവനോട് നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഇവന് പേടിയായി, എന്താണ് അവൻ നിർത്താൻ പറഞ്ഞതെന്ന്. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവൻ മേഡത്തിനോട് പറഞ്ഞു, മേഡം എൻ്റെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ മോൻ ആദ്യം പറയുമെന്ന് പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് എല്ലാം പറയിപ്പിച്ചു. അതിപ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് എന്തൊന്നും ഇവനും അറിയില്ല. ജയിക്കുമെന്നുള്ളതും ഇവൻ പറയണമില്ല. ഇത് കഴിഞ്ഞിട്ട് ഇവൻ വീട്ടിലേക്ക് പോകുന്നു. കഴിഞ്ഞിട്ട് ഇവരെ പരീക്ഷ കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാലാണ് ഇവരുടെ റിസൾട്ട് വരിക. 8 പരീക്ഷ കഴിഞ്ഞവൻ്റെ റിസൾട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ അവൻ എളുപ്പം എന്ന് പറഞ്ഞ വിഷയം തോറ്റു, ബാക്കി 3 ജയിച്ചു. അങ്ങനെ ഇവൻ അപ്പോൾ പിറ്റേ ദിവസം ഇവൻ്റെ റിസൾട്ട് വരേണ്ടതാണ്. 2 ആഴ്ച ദിവസം പിറ്റേ ദിവസമല്ലേ പരീക്ഷയായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഇവൻ്റെ വരേണ്ടതാണ്. ഇവൻ്റെ പിറ്റേ ദിവസം വരുന്നില്ല, പിന്നെയും വരുന്നില്ല. അപ്പോൾ ഇവന് പേടി കടന്ന് അമ്മ റിസൾട്ട് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പരീക്ഷയ്ക്ക് പോയ സമയത്ത് ഞാൻ അമ്മ മാതാവിൻ്റെ ലോക്കറ്റ് ഒരു ബോക്സിലാക്കി ഇവൻ്റെ ബാഗിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് നീ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോക്കോളോ. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എന്നെ രാവിലെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയോളൂ എന്ന് പറഞ്ഞു. ഞാൻ 9 രാവിലെ നേരത്തോടെ എന്നിട്ട് അവനെ വിളിച്ച് ഓർമ്മപ്പെടുത്തി. അവൻ അതും കൊണ്ട് പോയി പരീക്ഷ എഴുതി.
30-ാം തീയതിയാണ് ഇവൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ 29-ാം തീയതി മരിച്ചു. അമ്മയുടെ മഞ്ചേര അവിടെ ഞാൻ ഇരിക്കണം. 30-ാം തീയതിയാണ് എൻ്റെ അമ്മയുടെ ചടങ്ങുകളൊക്കെ. ആ സമയത്ത് അവന് ഫോണിൽ ഇത് വന്നു, എല്ലാത്തിലും പാസ്സായി എന്നും പറഞ്ഞ്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജോസ്. ഞാൻ കുറുമുള്ളൂർ കരയിൽ നിന്ന് വരുന്നു. എനിക്ക് വർഷങ്ങളായി പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് ബ്ലഡ് പോകുന്ന പൈൽസായിരുന്നു. വളരെയധികം മരുന്ന് ചെയ്തു, യാതൊരു മാറ്റവുമില്ലാതെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പും തൈലവും ഉപയോഗിച്ച് ഇപ്പം കുറേ മാസങ്ങളായി എനിക്ക് അതിൻ്റെ യാതൊരു അസുഖങ്ങളുമില്ല. തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. രണ്ടാമതായി എനിക്ക് തലയ്ക്കകത്ത് പുകച്ചിലായിരുന്നു. മുളക് അരച്ച് തേച്ച പോലെ പുകച്ചിലായിരുന്നു. എൻ്റെ തലയ്ക്കകത്തോട്ടുള്ള ഞരമ്പുകൾ ജാമായി ഇരിക്കുന്നതിനാൽ തലയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല ഈ പുകച്ചിൽ കാരണം. ഇവിടുത്തെ മാതാവിൻ്റെ തൈലം പുരട്ടിയും ഉപ്പ് ഉപയോഗിച്ചും ഇപ്പം 1 മാസമായിട്ട് യാതൊരു മരുന്നും കഴിക്കുന്നില്ല. മാതാവിന് 1000 നന്ദി പറയുന്നു. മൂന്നാമതായി എൻ്റെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് ഒരു സൈഡ്, വലത്തെ സൈഡ് തളർന്ന് 6 മാസത്തോളം കിടപ്പായിരുന്നു. മാതാവിൻ്റെ തൈലം പൂട്ടി തിരുമ്മി ഇപ്പോൾ പതുക്കെ നടക്കും. അഞ്ചാമതായിട്ട് എൻ്റെ മോൾക്ക് കല്യാണം കഴിച്ചിട്ട് 10 വർഷമായി. വിദേശത്ത് പോകാൻ സാധിച്ചിട്ടില്ല. അവൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിദേശത്ത് പോകാനുള്ള ഭാഗ്യം കിട്ടി.